കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കെട്ടിടം തകർന്നു വീണു. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അപകടമുണ്ടായത്. ആളപായമില്ലെന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെ തന്നെ വിള്ളൽ കണ്ടെത്തിയിരുന്നതിനാൽ സമീപത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. മുൻകരുതൽ സ്വീകരിച്ചതാണ് വലിയ അപകടം ഒഴിവാക്കിയത്. അപകടത്തെ തുടർന്ന് ട്രെയിനുകൾ വൈകി ഓടുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. നാലാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ ട്രെയിനുകൾക്ക് കടന്നുപോകാൻ സാധിക്കൂ. കേരള BJPയിൽ തിരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം. നിയമസഭാ തിരഞ്ഞെടുപ്പിനായി കേന്ദ്ര നേതൃത്വം നൽകിയ തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ വ്യാപക ക്രമക്കേട് നടന്നെന്നാണ് കണ്ടെത്തൽ. സെൻട്രൽ ഓഡിറ്റിംഗ് വിഭാഗമാണ് ക്രമക്കേട് കണ്ടെത്തിയത്. കോടികളുടെ വെട്ടിപ്പ് നടന്നുവെന്നാണ് സംശയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്യാമ്പിലെത്തി എല്ലാവരെയും കണ്ടെന്നും ക്യാമ്പിലുള്ളവർക്ക് പ്രശ്നങ്ങളുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. ജില്ലയിൽ ശക്തമായ മഴയുണ്ടാകും എന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും യാതൊരു മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചില്ലെന്നും മഴ മുന്നറിയിപ്പ് നൽകാത്തത് അനാസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ കാട്ടാന ആക്രമണം. പെരുമ്പത്തൂർ കല്ലോടി നാലകത്ത് ഹൈദരാലിയുടെ വീടിന്റെ മതിലും ഗേറ്റുമാണ് ആന തകർത്തത്. വീട്ടുവളപ്പിലെ കൃഷിയും കാട്ടാന നശിപ്പിച്ചു. വീടിന്റെ മുറ്റത്ത് എത്തിയ കാട്ടാന ഏറെ നേരം സ്ഥലത്ത് നിലയുറപ്പിക്കുകയായിരുന്നു. 6 മാസം മുൻപും കാട്ടാന ഹൈദരാലിയുടെ വീടിന്റെ മതിലും ഗേറ്റും തകർത്തിരുന്നു. കാനക്കുത്ത് വനമേഖലയിൽ നിന്നും കാഞ്ഞിരപ്പുഴ നീന്തിക്കടന്നാണ് കാട്ടാനകൾ എത്തുന്നത്.